അല്ലട്ടെ ഇപ്പോൾ നിങ്ങളൊരു രഹസ്യമായി കൊടുത്തൊരു സംഭവമാണ് അതിപ്പോൾ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഈ പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ രഹസ്യമായ നമ്മളെ അഭിപ്രായം പറഞ്ഞു, അഭിപ്രായം രേഖപ്പെടുത്തി. ആ കൃത്യമായി നമ്മൾ പറഞ്ഞത് അവർക്കറിയുമല്ലോ. വാർത്തകൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് നമുക്ക് ഉത്തരവാദിയല്ലോ. ഇതിലിപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്? അല്ല, നമ്മളതിനകത്ത് കൃത്യമായി രാവിലെ കാസർഗോഡ് എത്തുമ്പോൾ സംഭവം പറഞ്ഞു. ഞാൻ കൃത്യമായി മുകൾ വാർഷികനും അജയ് പരാതി കൊടുത്തു. ആ പരാതി അവരന്വേഷിക്കട്ടെ. ഒരു ഉത്തരവാദിത്തക്കുറവ് അതിൽ ഉണ്ടായിട്ടുണ്ടെന്നല്ലോ അല്ലേ? അത് ഉത്തരവാദിത്തക്കുറവുണ്ടായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പുതുക്കി യാത്ര പോലെ കാസർഗോഡ് നിന്നും വി.ഡി. സതീശൻ ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു തരംഗം തന്നെ ഉണ്ടായത് പറയാം. പുതുമ നമുക്ക് 25 വർഷത്തിന് ശേഷം. അപ്പൊ എന്തായാലും ആ ഒരു വി.ഡി. സതീശന് ഒരു അനുകൂലമായി തന്നെ നിലപാടെടുക്കാൻ ജനഹിതം മാനിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു. ജനഹിതമാണല്ലോ തീരുമാനമെടുക്കേണ്ടത്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞത്. ശരിക്കും ഇതിൽ കാണുന്നത് അത് ശരിയായ രീതിയിൽ അത് തന്നെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞു. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ആ വാർത്ത വന്നു എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങോട്ട് പരാതി കൊടുക്കുകയും ചെയ്തു. ഏതായാലും ജനഹിതം അത് തന്നെയാണ്. പിന്നെ ജനഹിതമാണ്. ജനഹിതം അനുസരിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ.